ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കുടുംബശ്രീ സംരംഭകർക്ക് എളുപ്പത്തിൽ വായ്പ കിട്ടാൻ ആപ്പ്. രേഖകളോ ഈടോ ആവശ്യമില്ല. 10 ലക്ഷം വരെ വായ്പ. പനിച്ചു വിറച്ച കേരളം. ഇന്നു മാത്രം ചികിത്സ നേടിയത് 10,000-ലധികം പേർ. ഷിഗല്ല വ്യാപനം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് പിണറായി വിജയൻ. കനത്ത മഴ. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി. വാരണാസി നഗരത്തിൽ മത്സ്യമാംസ കച്ചവടത്തിന് നിരോധനം. കടകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റാൻ കോർപ്പറേഷൻ. ധവളപത്രത്തിൽ ധനവകുപ്പിലെ സീക്രട്ട് സെക്ഷനിലെ ഡാറ്റകളും. MGയിൽ കാവ്യവൽക്കരണത്തിന് ഗവർണർ UDF സഖ്യം. അലയടിച്ച് വിദ്യാർത്ഥി രോക്ഷം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കുടുംബശ്രീ സംരംഭകർക്ക് എളുപ്പത്തിൽ വായ്പ കിട്ടാൻ ആപ്പ്. രേഖകളോ ഈടോ ആവശ്യമില്ല. 10 ലക്ഷം വരെ വായ്പ കുടുംബശ്രീ സംരംഭകർക്ക് എളുപ്പത്തിൽ വായ്പ കിട്ടാൻ വഴിയൊരുങ്ങുന്നു. ഇതിനായി പ്രത്യേക വായ്പ ആപ്ലിക്കേഷൻ കുടുംബശ്രീ വികസിപ്പിച്ചു. സംരംഭകർ വികസിപ്പിക്കുന്നതിന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. കുടുംബശ്രീയിൽ കുറഞ്ഞതോ 2 വർഷം അംഗത്വമുള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷമെങ്കിലുമായ സ്വന്തം സംരംഭവും വേണം. വായ്പക്കായി രേഖകളോ ഈടോ ആവശ്യമില്ല. 10 ലക്ഷം രൂപ വരെ വായ്പ കിട്ടും. വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവരായിരിക്കണം അപേക്ഷകർ. ഇതുറപ്പാക്കാൻ അയൽക്കൂട്ടത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവരാകണമെന്ന നിബന്ധനയുണ്ട്. വായ്പ ആവശ്യമുള്ളവർ തൊട്ടടുത്തുള്ള CDSകളെയാണ് ബന്ധപ്പെടേണ്ടത്. അംഗങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷിക്കാനാകില്ല. മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമായി സഹായത്തോടെയാണ് വായ്പാ നടപടി പൂർത്തിയാക്കുന്നത്. വായ്പ ആവശ്യമുള്ള അയൽക്കൂട്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്, സംരംഭത്തിന്റെ സ്ഥിതി വിലയിരുത്തുന്നതും അപേക്ഷ നൽകുന്നതുമെല്ലാം ഈ MECമാരാണ്. ഇത് ബാങ്കുകൾ പരിശോധിച്ച ശേഷമാണ് വായ്പ അനുവദിക്കുക. 13 ബാങ്കുകളാണ് ആപ്ലിക്കേഷനുള്ളത്. ആനുകൂല്യങ്ങൾ, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി തുടങ്ങിയവ ആപ്ലിക്കേഷനിൽ നിന്നും മനസ്സിലാക്കി ഏത് ബാങ്ക് വേണമെന്ന് അംഗത്തിന് തീരുമാനിക്കാം. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ സബ്സിഡി ലഭിക്കും. പണമടയ്ക്കുന്നതും മറ്റും ബാങ്കുമായി നേരിട്ടുള്ള ഇടപാടു ആകും. പുതിയ രീതിയിൽ അപേക്ഷ നൽകുന്നത് വഴി വായ്പ കിട്ടുന്നതിലെ കാലതാമസം, മറ്റു രേഖകളുടെ ആവശ്യങ്ങൾക്ക് എന്നിവ ഒഴിവാക്കണമെന്ന് കുടുംബശ്രീ അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് പകർച്ചവ്യാധികൾ. ഇന്ന് മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത് 10,853 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ 2,117 പേർ ഇന്ന് പനിക്ക് ചികിത്സ നേടി. തൃശൂർ ജില്ലയിലും 1000-ലധികം ആളുകൾ ഇന്ന് പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തി. അതേസമയം വയനാട് ജില്ലയിൽ 21 കുട്ടികൾക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. നിലവിൽ 4 കുട്ടികൾ കൂടി നിരീക്ഷണത്തിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് നാളെ ഉച്ചതിരിഞ്ഞ് വയനാട്ടിലെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സുൽത്താൻ ബത്തേരി കോളിയാടി മാൻ ബാസിയസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യം രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവിടെ കുട്ടികൾക്ക് പനിയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. സ്കൂളിലെ വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും സാമ്പിളുകൾ DMOയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വയറിളക്കം ബാധിച്ച് 2,399 പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഷിഗല്ല രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 300-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 1000-ലധികം പേർ രോഗലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിലാണ്. ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ഓരോ മരണങ്ങൾ വീതം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം വിവിധ ജില്ലകളിലായി 35 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട്ടെ ഷിഗല്ല മരണം കൂടാതെ ഈ മാസം മാത്രം വെസ്റ്റ് നൈൽ പദ്ധതി പനി, H1N1 ഇൻഫ്ലുവൻസ, ഡെങ്കിപ്പനി എന്നിവ പിടിപെട്ട് 4 പേരാണ് വിവിധ ജില്ലകളിലായി മരണപ്പെട്ടത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ പേർ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലുള്ളത്. കാലവർഷം ശക്തി പ്രാപിച്ചതും സംസ്ഥാന സർക്കാരിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതുമാണ് രോഗവ്യാപനം രൂക്ഷമാക്കിയത്. ഓടകൾ വൃത്തിയാക്കുന്നതിനും വെള്ളമൊഴുക്ക് സുഗമമാക്കുന്നതിലും ഉണ്ടായ പരാജയവും തിരുവനന്തപുരം, കൊച്ചി കോർപ്പറേഷനുകളിലെ വെള്ളക്കെട്ടും മാലിന്യ കൂമ്പാരങ്ങളും കൊതുക് പ്രചരണത്തിന് ആക്കം കൂട്ടി. മാലിന്യ പ്രശ്നം, എലികളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വ്യാപനം തടയുന്നതിനായി വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണവും പിന്തുണയും എല്ലാവരും ഉറപ്പുവരുത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തണം. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ്
പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് എന്നതിനാൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കണം. സർക്കാരും രോഗവ്യാപന തടയാൻ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. പ്രതിരോധ മുൻകരുതലുകൾ എടുത്ത് രോഗവ്യാപനത്തെ തടയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത്. ചൊവ്വ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത്. ജൂൺ 10 അർദ്ധരാത്രി മുതൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കേരള തീരത്ത് കരയിൽ നിന്നും കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ വരെ 52 ദിവസങ്ങളിലായി നടപ്പാക്കുന്ന നിരോധനം ജൂലൈ 31 വരെ നീളും. ഈ കാലയളവിൽ മീൻപിടുത്ത ട്രോൾ ബോട്ടുകൾ കടലിലിറങ്ങില്ല. 2007 ഉപരിതല മത്സ്യബന്ധന നിയന്ത്രണ സംരക്ഷണ നിയമം നിലവിലുള്ളതിനാൽ തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. പശ്ചിമ തീരത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായ EEZ-ൽ തിങ്കൾ മുതൽ ജൂലൈ 31 വരെ 61 ദിവസത്തേക്ക് നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഹാർബറുകളിലെ ഡീസൽ ബാങ്കുകൾ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് ബോട്ടുകൾ ജൂൺ 9 വൈകുന്നതോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ്. മെറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജ്ജമായിരിക്കും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 2 മെറൈൻ ആംബുലൻസുകളും പ്രവർത്തിക്കും. ഭൂരിഭാഗം കടൽ മത്സ്യങ്ങളുടെയും പ്രജനനം നടക്കുന്ന മൺസൂൺ കാലത്ത് ട്രോളിംഗ് നടത്തുന്നത് മത്സ്യങ്ങളുടെ മുട്ടയും ചെറുമത്സ്യങ്ങളും നശിക്കുന്നതിലൂടെ കടൽ മത്സ്യബന്ധനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനായുള്ള വിവിധ പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 1988 മുതൽ കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത്. നിരോധനത്തിന്റെ ഫലമായി കടൽ മത്സ്യ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുള്ളതായും പഠനങ്ങൾ തെളിയിക്കുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതാലും കനത്ത മഴയ്ക്കുള്ള സാഹചര്യമുള്ളതിനുമാണ് അവധി നൽകിയത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. കണ്ണൂരിന് പുറമെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി അതാത് ജില്ലാ കളക്ടർമാർ ഉത്തരവ് ഇറക്കിയത്. MGയിൽ കാവ്യവൽക്കരണത്തിന് ഗവർണർ UDF സഖ്യം. അലയടിച്ചു വിദ്യാർത്ഥി രോക്ഷം. കോട്ടയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുന്ന ഗവർണർക്കെതിരെയും അതിന് സഹായം നൽകുന്ന UDF സർക്കാരിനെതിരെയും ആളിക്കത്തി വിദ്യാർത്ഥി പ്രതിഷേധം. MG സർവകലാശാല ആസ്ഥാനത്ത് SFI സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS അമൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MG സർവകലാശാലയിൽ സംഘപരിവാർ നേതാവായ അധ്യാപകനെയാണ് ഗവർണറും UDF സർക്കാരും ഒത്തുകളിച്ച് വൈസ് ചാൻസലറാക്കിയത്. കൊച്ചി സർവകലാശാലയിലെ സംഘപരിവാർ അധ്യാപക സംഘടനയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് സംഘിന്റെ സ്ഥാപക നേതാവ് D. മാവൂദിനാണ് ഗവർണർ VCയുടെ പൂർണ്ണ ചുമതല നൽകിയത്. ചട്ടപ്രകാരം വൈസ് ചാൻസലർ ആകേണ്ടവരുടെ പട്ടിക യഥാസമയം നൽകാതെ UDF സർക്കാർ ഗവർണറുടെ നീക്കത്തിന് ഒത്താശ ചെയ്യുകയായിരുന്നു. സംഘപരിവാർ നേതാവിനെ VC ആക്കിയിട്ടും മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ പ്രതികരിച്ചിട്ടില്ല. LDF സർക്കാരിന്റെ സമയത്ത് സാബു തോമസ് വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞപ്പോൾ സർക്കാർ 3 സീനിയർ പ്രൊഫസർമാരുടെ പട്ടിക
നൽകിയിരുന്നു. അതിൽ നിന്നാണ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാറിന് VCയുടെ പൂർണ്ണ ചുമതല നൽകിയത്. ഇത്തവണ ഇതൊന്നും ഉണ്ടായില്ല. പിന്നാലെ സെനറ്റിലേക്കും സംഘപരിവാർ BJP അംഗങ്ങളെ ഗവർണർ കുത്തിനിറച്ചു. BJP ദേശീയ സമിതി അംഗം പ്രമീള ദേവി ഉൾപ്പെടെ 19 പേരെയാണ് 30 അംഗ സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം ചെയ്തത്. ഗവർണറോട് ഏറ്റുമുട്ടാനില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ പ്രതികരണം സംഘപരിവാർ അനുകൂല നീക്കങ്ങളെ ചെറുക്കാനാകില്ലെന്ന സന്ദേശമാണ്. KSU അടക്കമുള്ള UDF വിദ്യാർത്ഥി സംഘടനകളും നിശബ്ദമാണ്. ധവളപത്രത്തിൽ ധനവകുപ്പിലെ സീക്രട്ട് സെക്ഷനിലെ ഡാറ്റകളും തിരുവനന്തപുരം UDF തയ്യാറാക്കിയ ധവളപത്രത്തിൽ ധനവകുപ്പിലെ സീക്രട്ട് സെക്ഷനിലെ ട്രഷറി വിവരങ്ങളും ചോർത്തിയതായി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. പരസ്യപ്പെടുത്താതെ അതത് മാസ കണക്കുകൾ ധവളപത്രത്തിലുണ്ട്. ഈ വിവരങ്ങൾ AI ടൂളിന് നൽകിയത് തെറ്റാണ്. പൊതുമണ്ഡലത്തിലുള്ള സ്ഥിതി വരെ കണക്കുകൾ മാത്രമാണ് ധവളപത്രത്തിനായി ഉപയോഗിച്ചതെന്ന വാദം ഇതോടെ പൊളിഞ്ഞു. കിഫ്ബിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് എന്തും തീരുമാനിക്കാം. എന്നാൽ നിർമ്മാണം നടന്നുവരുന്ന കിഫ്ബി പദ്ധതികൾ നിർത്തിവെച്ചാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഐസക് പറഞ്ഞു. ധവളപത്രം 2-ാം അധ്യായത്തിൽ 5 വർഷത്തെ ഓരോ മാസത്തവണ അവസാനത്തെയും ക്യാഷ് ബാലൻസ് നൽകിയിട്ടുണ്ട്. മെയ് 16 ബാലൻസ് കണക്ക് വരെയുണ്ട്. കേരള സർക്കാരിന്റെ എല്ലാ മാസവും അവസാനമുള്ള ക്യാഷ് ബാലൻസ് ധനവകുപ്പിലെ സീക്രട്ട് സെക്ഷനുകളാണ് ഉണ്ടാവുക. ധനകാര്യ വർഷം അവസാനമുള്ള ക്യാഷ് ബാലൻസ് കണക്കു മാത്രമാണ് പുറത്തുവിടുന്നത്. കേരള ട്രഷറി സേവിങ്സ് ബാങ്ക് കൂടിയാണ്. ട്രഷറിയിലെ മൊത്ത ഡെപ്പോസിറ്റ് കഴിഞ്ഞ വർഷം 71,828 കോടി രൂപയിലെ ഈ തുക സർക്കാരിനെ വിശ്വസിച്ച് നിക്ഷേപിച്ചതാണ്. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ട്രഷറി സേവിങ്സ് ബാങ്കും തകരും. അതുകൊണ്ടാണ് ഈ കണക്ക് രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഇതാണ് AI പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തത്. തങ്ങളുടെ കാലത്ത് ട്രഷറി ഒരിക്കലും മൈനസിൽ പോകില്ലെന്നാണ് പറയുന്നത്. ട്രഷറി മൈനസിലായുള്ള പ്രതിവിധി റിസർവ് ബാങ്ക് നടത്തിയിട്ടുണ്ട്. 3,363 കോടി രൂപ വരെ മൈനസ് ആയാൽ 2 മുതൽ 4% വരെ പലിശക്ക് SF വായ്പ എടുക്കാം. ഇത്ര ചെറിയ പലിശയ്ക്ക് കിട്ടുന്ന തുക സംസ്ഥാനം എന്തിനു വേണ്ടെന്ന് വെക്കണം. ട്രഷറിയിലെ കമ്മി 3,363 കോടി രൂപ കടന്നാൽ 2,308 കോടി രൂപ വരെ വെയ്റ്റ് ആൻഡ് മീൻസ് വായ്പയെടുക്കാം. വെയ്റ്റ് ആൻഡ് മീൻസിന്റെ പരിധിയും കടക്കുമ്പോഴാണ് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത്. അപ്പോഴും പലിശ റിപ്പോ നിരക്കിനേക്കാളും 2% കൂടുതലേ ആകൂ. മികച്ച ഫിനാൻസ് എന്നാൽ വരവും ചെലവും ഒപ്പിച്ചു മാത്രമല്ല. അങ്ങനെ വന്നാൽ വികസനവും ക്ഷേമവും നടക്കില്ല. കിഫ്ബിക്ക് പകരം മറ്റൊരു മികച്ച പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. 66,000 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വേണ്ടെന്ന് വെക്കാനും ആകുമോ? സ്ത്രീകളുടെ സൗജന്യ യാത്ര നല്ലതാണ്, എന്നാൽ അതിനുള്ള ചെലവ് സർക്കാർ KSRTCക്ക് നൽകണമെന്നും ഐസക് ആവശ്യപ്പെട്ടു. വാരണാസി നഗരത്തിൽ മത്സ്യമാംസം കച്ചവടത്തിന് നിരോധനം. കടകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റാൻ കോർപ്പറേഷൻ. തീർത്ഥാടന നഗരമായ വാരണാസി നഗരപരിധികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മത്സ്യമാംസ കച്ചവട സ്ഥാപനങ്ങളും പൂർണ്ണമായി നിർത്തലാക്കാൻ വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനം. നഗര ശുചീകരണം, സൗന്ദര്യവൽക്കരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള കടകളെല്ലാം നഗരത്തിന് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് നീക്കമെന്നാണ് വാദം. ശനിയാഴ്ച മേയർ അശോക് തിവാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ യോഗത്തിലാണ് ഈ നിർദ്ദേശത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത്. നഗരത്തിന്റെ വികസനവും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതും ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. നഗരപരിധിക്ക് പുറത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാർക്കറ്റുകൾ കൃത്യമായ മാനദണ്ഡങ്ങളോടെ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകി. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന് പുറത്ത് 5 പ്രധാന സ്ഥലങ്ങൾ ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട്. മുനിസിപ്പൽ കമ്മീഷണർ അറിയിച്ചു. നിലവിൽ വാരണാസി നഗരപരിധിയിൽ 400ഓളം മത്സ്യ മാംസ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നഗരത്തിൽ പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങളും മാറ്റുകയെന്നും 6 മാസത്തിനുള്ളിൽ
മുഴുവൻ കടകളുടെയും മാറ്റം പൂർത്തിയാക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം കോർപ്പറേഷൻ പെട്ടെന്നുള്ള ഈ തീരുമാനം സാധാരണക്കാരുടെ കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്കായി നഗരവാസികൾ ഇനി മുതൽ കിലോമീറ്ററുകൾ താണ്ടി നഗരത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് സമയനഷ്ടവും അധിക സാമ്പത്തിക ബാധ്യതയും കാരണമാകുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ചെറുകിട കച്ചവടക്കാരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള പ്രായോഗിക നടപടികളാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതെന്ന ആവശ്യവും ശക്തമാണ്. PV ഷാജികുമാറിനും VN ഗോപികൃഷ്ണനും N പ്രഭാകരനും ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം. കഴിഞ്ഞ വർഷത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾക്ക് PV ഷാജികുമാർ നോവൽ, PN ഗോപികൃഷ്ണൻ കവിത, N പ്രഭാകരൻ കഥ എന്നിവർ അർഹരായി. ₹1,00,000 ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. വിതരണ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തനത്ത് ദിനേശനും ജനറൽ മാനേജർ KJ തോമസും അറിയിച്ചു. യുവ സാഹിത്യകാരന്മാരിൽ ശ്രദ്ധേയനായ PV ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി. ബെന്യാമിൻ N ശശിധരൻ, സന്തോഷ് എച്ചിക്കാനം എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. കാസർഗോഡ് മടിക്കൈ സ്വദേശിയായ ഷാജികുമാറിന്റെ ആദ്യ നോവലാണ് മരണവംശം. രണ്ടാമത്തെ നോവലായ തെറം ദേശാഭിമാനി വാരികയിൽ ഗണ്ടശ പ്രസിദ്ധീകരിച്ചു. നിരവധി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷാജികുമാർ കന്യക ടാക്കീസ്, ടേക്ക് ഓഫ്, ടീച്ചർ എന്നീ ശ്രദ്ധേയ സിനിമകളുടെ തിരക്കഥാകൃത്താണ്. മാതൃഭൂമി കൊച്ചി യൂണിറ്റിൽ ഡിജിറ്റൽ വിഭാഗത്തിൽ നരേറ്റീവ് കണ്ടന്റ് ഹെഡായി ജോലി ചെയ്യുന്നു. ഉണ്ണിയാർ, PK ഹരികുമാർ, VC നിലാൽ എന്നിവരടങ്ങിയ സമിതിയാണ് N പ്രഭാകരന്റെ ഒരു പിടി ഉപ്പ് മികച്ച കഥയായി തിരഞ്ഞെടുത്തത്. വടക്കൻ കേരളത്തിന്റെ നിറവും മണവും നിറയുന്ന സാങ്കല്പിക കഥാഭൂമികയാണ് N പ്രഭാകരന്റെ രചനകളുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് സ്വദേശിയായ അദ്ദേഹം ഏറെക്കാലമായി ധർമ്മടത്താണ് താമസം. കലാസമാഹാരങ്ങൾ, നോവലുകൾ, ലഘു നോവലുകൾ, നാടകങ്ങൾ, ലേഖന സമാഹാരങ്ങൾ, ആത്മകഥാക്കുറിപ്പുകൾ, യാത്രാ വിവരണം തുടങ്ങി 50-ലേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. സാഹിത്യ അക്കാദമി ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. PP രാമേന്ദ്രൻ, ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, സജയ് KV എന്നിവരടങ്ങിയ സമിതിയാണ് PN ഗോപികൃഷ്ണന്റെ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുത്തത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരം സ്വദേശിയായ ഗോപികൃഷ്ണൻ കവിയും പ്രഭാഷകനുമാണ്. സംഘപരിവാറിനെതിരായ നിലപാടുകളിൽ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. ഫീച്ചർ ഫിലിമുകളുടെ തിരക്കഥാകൃത്തുമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ അദ്ദേഹം KSFയിൽ റിട്ട് ചീഫ് മാനേജറാണ്. കൊടിയേരി അവാർഡിന് അപേക്ഷിക്കാം. ദമാം നവോദയയുടെ 4ാമത് കൊടിയേരി ബാലകൃഷ്ണൻ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കാണ് ഇത്തവണ അവാർഡ്. ഇതോടൊപ്പം കാർഷിക മേഖലയിൽ മികച്ച സംഭാവന നൽകിയ 3 തദ്ദേശ സ്ഥാപനങ്ങൾക്കും പുരസ്കാരം നൽകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ TM തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപേക്ഷകൾ ജൂലൈ 1 മുമ്പായി എത്തിക്കേണ്ടതാണ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. ₹1,00,000 അവാർഡ് തുക. കൃഷി ശാസ്ത്രജ്ഞനും പ്ലാനിംഗ് ബോർഡ് മുൻ അംഗവുമായ ഡോക്ടർ ജിജോ P അലക്സ്, കാർഷിക സർവകലാശാല വകുപ്പ് മേധാവി ഡോക്ടർ പ്രേമ, റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ D ഭാസ്കരൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണ്ണയിക്കുക. മുൻ വർഷങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് BP കൃഷ്ണൻകുട്ടിക്കും തദ്ദേശ ഭരണ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് മന്ത്രി പലോളി മുഹമ്മദ് കുട്ടിക്കും പാലിയേറ്റീവ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ഡോക്ടർ മാത്യു നമ്പേരിക്കുമാണ് കൊടിയേരി ബാലകൃഷ്ണൻ അവാർഡ് ലഭിച്ചത്. MM നയീം, EM കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.